കേരളത്തിലും ഇന്ധന വിലക്കയറ്റം കുടുംബ ബജറ്റ് താളം തെറ്റിച്ചു തുടങ്ങിയെന്ന് ജനം പറയുന്നു. പെട്രോളിനും ഡീസലിനും 90 പൈസയാണ് കൊച്ചിയിൽ വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 രൂപ വീതമാണ് വില വർദ്ധിപ്പിച്ചത്. കോഴിക്കോട് നഗരത്തിൽ 110 രൂപ 1 പൈസയാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില. ഡീസലിന് 98 രൂപ 91 പൈസയായും ഉയർന്നിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ധനവിലയിൽ വർധനമുണ്ടാകുന്നത്. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയും വർദ്ധിച്ചിരിക്കുകയാണ്. 6 മണി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലുള്ള പമ്പിലാണ്. ഇവിടെ ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് 110 രൂപ 01 പൈസ എന്നതാണ് പുതിയ നിരക്ക്. ഡീസലിന് 98 രൂപ 91 പൈസയുമായി ഉയർന്നിട്ടുണ്ട്. അതായത് 86 പൈസ 83 പൈസയുമാണ് ഉയർത്തുന്നത് എന്ന് പറയുന്നെങ്കിലും നഗരങ്ങളിൽ അതിനനുസരിച്ച് അതിലും വ്യത്യാസമുണ്ട്. ഇവിടെ ഏകദേശം 1 രൂപയോളമാണ് കോഴിക്കോട് നഗരത്തിൽ വർദ്ധിച്ചിട്ടുള്ളത്. ഡീസൽ വില ഏതായാലും സെഞ്ചുറിയിലേക്ക് അടുക്കാൻ പോകുന്നു എന്നതാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വില കൂടാൻ പോകുന്നു എന്ന സൂചന പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ 3 രൂപ വെള്ളിയാഴ്ച വർദ്ധിച്ചു. നമുക്ക് ഇവിടെ ജനങ്ങളോട്, പെട്രോൾ അടിക്കാൻ വന്ന ആളുകളോടൊക്കെ ചോദിക്കാം. എന്ത് പറയാനാണ്, ഒക്കെ ജനങ്ങളെ പേരിലൊക്കെ അടിച്ചേൽപ്പിക്കന്നെ. വേറെപ്പെന്താ ഓൽക്കിപ്പെന്താ, കേറ്റണോനൊന്നുമില്ലല്ലോ, ഇത് ഉപയോഗിക്കുന്നതന്നെയല്ലേ ബുദ്ധിമുട്ടുള്ളൂ. കൊച്ചിയിലും ഇന്ധനവില വർദ്ധിച്ചിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ഇന്ന് 90 പൈസ വീതമാണ് കൂടിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, പെട്രോളിന് 109 രൂപ മേലെ ആയിരിക്കുകയാണ്. ഡീസലിനും അതുപോലെ തന്നെ 98 രൂപയ്ക്ക് മേലെയും ആയിരിക്കുകയാണ്. 100 തൊടുന്ന ഒരവസ്ഥയിലേക്ക് ഡീസൽ എത്തുമ്പോൾ പെട്രോൾ 110 തൊടുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് 3 രൂപ കൂട്ടിയാൽ വളരെയധികം സന്തോഷം. ബാക്കിയൊക്കെ പുള്ളിക്കാരുടെ കയ്യിൽ കിടക്കുന്നു. എത്രയേ ഉള്ളൂ പറയാനുള്ളൂ. സന്തോഷമുള്ളൂ. ഓട്ടോ തൊഴിലാളികളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ ആശങ്കയായി തന്നെ തുടരുകയാണ്. അവർ മാത്രമല്ല, ഓൺലൈനിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ഡ്രൈവർമാരുണ്ട്. ഇനിയിപ്പോൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഓരോന്നിനും ഇനി വില കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അടുത്ത ദിവസവും ഇതുപോലെ തന്നെ വില വർദ്ധിക്കും എന്ന് തന്നെയുള്ള ഒരു ആശങ്കയിലാണ് ജനങ്ങൾ. സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹ മോളൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.